Hi all, money is made by sitting, not trading. Jesse Livermore. It's Milindo. Welcome back to Trading Milestone. ഒന്ന് ചോദിക്കട്ടെ, എന്താണ് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ മെന്റർഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൈൻഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെ? നമുക്ക് ഏതൊരു ഫീൽഡിലായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണിക്ക് മൈൻഡ് സെറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സപ്പോർട്ട് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിൽ പലർക്കും മെന്റർഷിപ്പ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു മെന്റർ ഉണ്ടാവാം. എന്നാൽ എന്തുകൊണ്ടാണ് ട്രേഡിങ്ങിൽ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഒരു 2 വർഷത്തിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്കറിയാം എന്താണ് ഒരു മെന്ററിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ എന്താണ് മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നുള്ളത്. എന്നാൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ പെട്ടെന്ന് ഈ ഒരു ഫീൽഡിൽ വന്ന് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അത്രയ്ക്കൊരു ധാരണ ഉണ്ടാവണമെന്നില്ല. എന്താണ് ഈ ഒരു മെന്റർഷിപ്പിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ഒരു മെന്റർഷിപ്പിൻ്റെ പ്രാധാന്യം മൂലം ട്രേഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, ഇതിനെയൊക്കെ വ്യക്തമാക്കാനായിട്ട് ഞാനൊരു സ്റ്റോറി പറയാം. സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്തിട്ട് ഒരു കേസിൽ നിന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതായത് ഒരാൾ നല്ലൊരു ട്രേഡറുടെ കഥ തന്നെയാണ്. നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ ആ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ്. 2 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം ട്രേഡിങ്ങിൽ നന്നായിട്ട് ലാഭമുണ്ട്. ഓപ്ഷൻ ബൈയിങ് ആയിരുന്നു ആൾ ചെയ്തിരുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ മാരേജ് ഒക്കെ കഴിയുന്നു. വൈഫ് കൂടി വന്ന് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ട്രേഡിങ്ങിൽ ഫീൽഡിൽ തന്നെ. ട്രേഡിങ് പഠിച്ചു, ഒരു കോഴ്സൊക്കെ ചേർന്ന് ട്രേഡിങ് പഠിച്ചു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഈ ഒരു ഫീൽഡിലോട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം അവരുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഡേ ടു ഡേ ലൈഫിൽ അവർ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങി. കൂടുതലും ഇൻട്രാഡേ ആണ് അവർ ചെയ്തിരുന്നത്. ഇൻട്രാഡേയിൽ തന്നെ ഓപ്ഷൻ ട്രേഡിങ്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം അവർ ചിന്തിച്ചു, നമുക്ക് ഈ ഒരു ക്യാപിറ്റലിൽ നിന്ന് നല്ലൊരു വരുമാനം ദിവസം കിട്ടുന്നുണ്ട്, ലോസസ് ആയാലും അങ്ങനെ ഒരുപാട് ഹ്യൂജ് ലോസസിലോട്ട് പോകുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്തുകൂടാ, കൂടുതൽ ഇൻകം എന്തുകൊണ്ട് ഏൺ ചെയ്തുകൂടാ? ആ ഒരു ചിന്തയിൽ നിന്ന് അവരെന്താ ചെയ്തത്? കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞതായിരുന്നു. അങ്ങനെ അവർ കുറച്ച് ഗോൾഡ് എല്ലാം കൂടെ വിറ്റ് കുറേ ക്യാഷ് അറേഞ്ച് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ വളരെ ഇൻക്രീസ് ചെയ്തു. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ലോട്ട്സ് കൂട്ടി ട്രേഡ് എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നല്ല ഹ്യൂജ് ലോട്ട്സിൽ അവർ ട്രേഡ് ചെയ്തു തുടങ്ങി. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പിന്നെ പറയേണ്ട പ്രത്യേക ഒരു കാര്യം, അവർ വളരെ മൈൻഡ് കൺട്രോളിങ്ങിലായിരുന്നു കേട്ടോ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് ഹ്യൂജ് ലോസസ് ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു, ആ ഒരു ലെവലിൽ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ലോട്ട്സ് കൂട്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? പ്രോഫിറ്റ്സ് ഡബിൾ ആയി തുടങ്ങി. നല്ല പ്രോഫിറ്റ് അവർക്ക് കിട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു 4 ദിവസം ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ഒരു 4 ദിവസം നല്ല ഹൈ പ്രോഫിറ്റ് അവർക്ക് ഓപ്ഷൻ ബൈങ്ങിൽ നിന്ന് ഏൺ ചെയ്തു. എന്നാൽ 5ാമത്തെ ദിവസവും പെട്ടെന്ന് അവർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു. ഒരു നെഗറ്റീവ് ന്യൂസ് ബേസ്ഡ് മാർക്കറ്റായിരുന്നു ഈ 5ാമത്തെ ദിവസം നടന്നത്. നിഫ്റ്റിയിലാണ് അവർ ട്രേഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. നിഫ്റ്റിയിൽ ഒരു ന്യൂസ് ബേസ്ഡ് ട്രേഡ് വന്നപ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയും ഭയങ്കരമായിട്ടുള്ള ലോസ്, അതായത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും ഉപരിയായിട്ടുള്ള ലോസസ് വന്നു ചേരുകയും ചെയ്തു. ലോസസ് വന്ന് പാനിക്കായ ഒരു സിറ്റുവേഷനിൽ അവർ വീണ്ടും റിവെഞ്ച് ട്രേഡിലോട്ട് വന്നു. നമുക്കറിയാം റിവെഞ്ച് ട്രേഡ് വന്നാലുള്ള സ്ഥിതി എന്താണെന്നല്ലേ. അവർ റിവെഞ്ച് ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ ഒരു വ്യൂസ് ഇല്ലാത്ത പ്ലേസിൽ നിന്ന് ട്രേഡുകൾ എടുക്കുകയും അങ്ങനെ അവരുടെ ലോസ് കവർ ചെയ്യാനായിട്ട് ഭയങ്കര പാനിക്കായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ വിപരീതമായിരുന്നു ഫലം സംഭവിച്ചത്. അവർക്ക് ലോസിൻ്റെ അളവ് കൂടുകയും ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ ക്യാപിറ്റൽ അടക്കം നഷ്ടപ്പെടുന്ന ആ ഒരു തീവ്രമായ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അവരെ കണ്ടുമുട്ടുന്നത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ നമ്മളിൽ പലർക്കും ഇത് കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? കാരണം ആദ്യകാലങ്ങളിൽ പ്രോഫിറ്റ് വരുന്നു, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂടുന്നു, അല്ലേ? സെൽഫ് എസ്റ്റീം ഒക്കെ നമുക്ക് വളരെയായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അപ്പം ആ ഒരു ഫീൽഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും, എനിക്കിത് സാധിക്കും, അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് നമ്മൾ വരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ പിന്നീട് ലോസ് വന്നു. ഒരു ദിവസം 2 ദിവസം ലോസ് വന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ ഹ്യൂജ് ലോസസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ടൈമിലാണ് നമ്മുടെ ക്യാപിറ്റലിൽ വലിയ ലോസ് സംഭവിക്കുന്നത്.
അപ്പം ഈ ക്യാപിറ്റൽ എമൗണ്ടിൽ വരുന്ന ലോസസ് ഒരു വ്യക്തിയെ കൊണ്ട് താങ്ങാനായിട്ട് സാധിക്കത്തില്ല. അത് കുറച്ച് പ്രയാസകരമാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ കൊടുത്ത കുറച്ച് റൂൾസ് ഞാൻ അവരോട് ഒരു 5-6 റൂള് കൊടുത്തിട്ട് പറഞ്ഞു, ഈ റൂൾ ബേസ് ചെയ്ത് മാത്രം ഒരു 1 വീക്ക് ട്രേഡ് ചെയ്യുക. ആദ്യം ഒരു 7 ഡേയ്സ് ആണ് പറഞ്ഞത്. ആ 7 ഡേയ്സ് അവർ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു 21 ഡേയ്സ് കൂടി അവർക്കത് കൊടുത്തിട്ടുണ്ട്. അവർ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഒരു റൂൾസ്, ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചിലർക്കെങ്കിലും ഇതുകൊണ്ടൊരു യൂസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രേരണ വന്നത്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതായത് ഈ ലോസസിലോട്ട് വന്ന സമയത്ത് എന്ത് ബേസിലാണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ പ്രവർത്തിച്ച ഏത് റീസൺസ് മൂലമാണ് അവർക്ക് വീണ്ടും റിവെഞ്ച് ട്രേഡിലേക്ക് പോകാനും ലോസ് കൂട്ടാനും ഇടവന്നത്, അതിനെക്കുറിച്ച് അതിൻ്റെ സൈക്കോളജിക്കൽ ഫാക്റ്റ് കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ട്രേഡിംഗ് പഠിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കുക ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാൻ വേണ്ട ഒരു എന്താണ് പറയുന്നത് മൈൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാവരും ഒരു മെൻറ്ററിൻ്റെ അഡ്വൈസ്, നമുക്ക് ഒരു മെൻറ്ററിൻ്റെ അഡ്വൈസ് ആവശ്യമുള്ളൊരു ഫീൽഡാണിത്. കാരണം ട്രേഡേഴ്സ് ആയിട്ടുള്ളവർക്കറിയാം നമ്മൾ എത്രമാത്രം മെൻ്റലി വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ച അറിവുകൾക്കും അപ്പുറം നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ഇമോഷൻസ്, ഒരുപാട് ഇമോഷൻസ് ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു ഫീൽഡാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്. ഈ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്ര ഇമോഷൻസിലൂടെയാണ് ഓരോ വ്യക്തികളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടേണ്ടത് വളരെ അനിവാര്യമാണ്. ഇവിടെ സംഭവിച്ച ആ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, അതായത് നമ്മുടെ മനസ്സിന്, നമുക്കറിയാം നമ്മുടെ മനസ്സിന് 3 സ്റ്റേജസ് ആണുള്ളത് അല്ലേ? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഈ 3 മൈൻഡിൻ്റെയും സമീകൃതമായ അല്ലെങ്കിൽ ഏകോപനപരമായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ബെറ്റർ റിസൾട്ടിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സക്സസ് കരിയറിലോട്ട് പോകണമെങ്കിലും നമ്മുടെ ഈ ഒരു മൈൻഡിൻ്റെ സ്റ്റേജസ് തമ്മിലുള്ള ഒരു ഏകോപനപരമായ പ്രവർത്തനം ആവശ്യമാണ്. അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മളെ അതിജീവനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നമുക്കൊരു അക്വേർഡ് നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് മനസ്സിലാകും. ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മുടെ കൺട്രോളിലല്ല. ഹാർട്ട് ബീറ്റ് നടക്കുന്നത് നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു ബേസിലാണ്. നമുക്ക് വേണമെങ്കിൽ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ ഓടുക പോലെയുള്ള ഫാസ്റ്റ് മൂവിങ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമുക്കതിൽ ചേഞ്ചുകൾ വരുത്താനായിട്ട് സാധിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. അതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. അൺകോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോളിലല്ല. ഇത് എങ്ങനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് മനസ്സിലാക്കുക, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്, കുറേ ആൾക്കൂട്ടം പോകുന്നു. പെട്ടെന്ന് നമ്മുടെ പേരൊരാൾ വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് നോക്കില്ലേ? അവിടെ നമ്മൾ പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ്. അതായത് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ സംഭരിക്കപ്പെടുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പെട്ടെന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുന്നു. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. കോൺഷ്യസ് മൈൻഡിലോട്ട് വരുമ്പോൾ അവിടെ ബോധപൂർവമുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്, പക്ഷേ വളരെ മന്ദഗതിയിലുള്ള പ്രവർത്തനമാണ്. ഈ കോൺഷ്യസ് മൈൻഡിന് കറക്റ്റായിട്ടുള്ള പ്രവർത്തനം നടക്കണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഏകോപനം ആവശ്യമാണ്. അപ്പം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഞാൻ പറയുന്നത്. അത് വളരെ ലളിതവൽക്കരിച്ചിട്ട് ഞാൻ പറയുകയാണ്. ഈ മൈൻഡിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മൈൻഡിൻ്റെ സ്റ്റേജുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ റീസൺസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു പ്രശ്നം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ അഡ്രിനാലിൻ വളരെയധികം പമ്പ് ചെയ്യപ്പെടും. അഡ്രിനാലിൻ ഹോർമോണിൻ്റെ ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതേസമയം സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലോ ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾ, ഉയരം അല്ലെങ്കിൽ ആഴം, നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് കൂട്ടലുകൾ ഏകോപിച്ച് കൊണ്ടുവരുന്നു. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നു? അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഏകോപനത്തിൻ്റെ ആ ഒരു മികവ് എന്ന് പറയുന്നത്.
ഈ മൂന്ന് തലങ്ങളും 3 സ്റ്റേജുകളും ഏകോപനപരമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടല്ലോ, അവിടെ സംഭവിച്ചത് എന്താണ്? ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ അവിടെ വർക്ക് ചെയ്തത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ മാത്രം പ്രവർത്തനമാണ്. അതായത് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു അവസ്ഥ. അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, പെട്ടെന്നൊരു പ്രോബ്ലം വന്നപ്പം സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനത്തിന്റെ ബേസിലാണ് അവിടെ തീരുമാനങ്ങൾ നടക്കുന്നത്. പെട്ടെന്നുള്ള പ്രേരണയാൽ തീരുമാനങ്ങൾ നടക്കുകയാണ്. അത് എല്ലാം നെഗറ്റീവിലോട്ട് പോവുകയും ചെയ്തു. അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള അഡ്രിനാലിന്റെ പ്രവർത്തനം അവിടെ നടന്നിരുന്നുവെങ്കിൽ, നമുക്കറിയാം അഡ്രിനാലിൻ ഹോർമോൺ നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലേ? അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ഈ ഹോർമോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ലൈഫിൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനം അവിടെ നടന്നില്ല. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു, പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ ഒരു ബേസിൽ പ്രതികരിച്ചു, വീണ്ടും ട്രേഡുകൾ എടുക്കുകയും റിവെഞ്ച് ട്രേഡിലേക്ക് പോവുകയും അങ്ങനെ ഹ്യൂജ് ലോസസിലേക്ക് പോവുകയും ചെയ്തു. എന്തായിരുന്നു ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്? ഇതിനു മുമ്പ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ ബ്രെയിനിന്റെ ശക്തമായ ഒരു ബൂസ്റ്റിംഗ് പ്രവർത്തനം അവിടെ നടന്നിരുന്നു. അതായത് എല്ലാ പാർട്സും എല്ലാ സ്റ്റേജസും മൈൻഡിൽ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവിടെ നടന്നത്. ആ ഒരു സമയത്ത് അവർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്തു. എന്നാൽ കണ്ടിന്യൂസ്ലി ലോസസിലോട്ട് വന്നപ്പോൾ ആ ഒരു ഏകോപനപരമായ പ്രവർത്തനത്തിന് പകരം മൈൻഡിന്റെ ഒരു സ്റ്റേജ് മാത്രം വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് വന്നു. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ ഒരു തീരുമാനം മാത്രം, അതായത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് വീണ്ടും ഹ്യൂജ് ലോസസിലേക്ക് മാറിയ ഒരു അവസ്ഥ. അപ്പം ഇതിന് പരിഹാരമായിട്ട് ഒരു 6 റൂൾസ് ആണ് അവർക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 ഡേയ്സിലേക്കാണ് ആ റൂൾസ് ആദ്യമായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അപ്പം ആ റൂൾസ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പാർട്സും ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഓരോ പാർട്സും അവരുടെ ഫങ്ഷൻസ് കൃത്യമായിട്ട് നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ മൈൻഡ് കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് പ്രോസസ്സ് അവിടെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗുഡ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഒരു 1-2 മിനിറ്റിനുള്ളിൽ ചില സമയത്ത് നമ്മൾ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഹെൽത്തിനെ പോലെ തന്നെ, ബോഡി ഹെൽത്തിനെ പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സപ്പോസ് ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൈ ഒന്ന് സ്ക്രാച്ച് ആയെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു ബുദ്ധിമുട്ടോട് കൂടി തന്നെ വീണ്ടും വർക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ആ മുറിവ് അവിടെ ഉണങ്ങാനുള്ള ഒരു സമയം കിട്ടുന്നില്ല, അവിടെ ഇൻഫെക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അത് വളരെ സേഫായിട്ട് പരിപാലിച്ച്, അല്ലെങ്കിൽ ഒരു 8 ദിവസമെങ്കിലും എടുക്കും ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ പോലും. അതുപോലെ തന്നെയാണ് മനസ്സിനും. ഇപ്പോൾ ഒരു ഷോക്ക് വന്നു, ട്രേഡിങ്ങിലാണെങ്കിൽ ഒരു പെട്ടെന്നൊരു മെൻ്റൽ ഷോക്ക് വന്നു, കുറേ ലോസസ് വന്നു, നഷ്ടങ്ങൾ സംഭവിച്ചു. ആ ഒരു സ്റ്റേജ് ക്യൂർ ആയിട്ട് വേണം നമ്മൾ വീണ്ടും ആ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യാനായിട്ട്. അതിന് പകരം ആ ഒരു മുറിവോട് കൂടി തന്നെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യമല്ലേ ഈ മൈൻഡ് ഓക്കെ ആവാതെ ട്രേഡിങ്ങിലേക്ക് പ്രവേശിക്കുന്നത്? അവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത റൂൾസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം ഒരു 7 ദിവസത്തേക്കായിരുന്നു ചാർട്ട് ചെയ്തിരുന്നത്. അതിൽ 3 ദിവസം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാർക്കറ്റ് വിതൗട്ട് ടേക്കിംഗ് എനി ട്രേഡ്സ്. ട്രേഡ് ഒന്നും എടുക്കാൻ പാടില്ല, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യുക മാത്രം ചെയ്യുക. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഫീഡ്ബാക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും മാർക്കറ്റിൻ്റെ മുമ്പിൽ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു ടൈമിൽ വളരെ ആയിട്ട് സ്ട്രെസ്ഫുൾ മൈൻഡാണ് അവിടെ വന്നത്, ട്രേഡ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം ആ ഒരു മൈൻഡിലൂടെ കടന്നുപോയി. ഫസ്റ്റ് ഡേയിലൊക്കെ വളരെ സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻ ആയിരുന്നു. അതായത് മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം മാർക്കറ്റിലുണ്ട്, പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് വാച്ച് ചെയ്യാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. 1-ാമത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും മാർക്കറ്റിനെ വാച്ച് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വന്നു. അതിനുശേഷം അടുത്ത 7 ദിവസം വരെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട ശേഷം ഈ സെയിം പ്രൊസീജിയർ തുടർന്നു. അതായത് നമ്മൾ ഏത് ബ്രോക്കറേജ് വഴിയാണോ ട്രേഡ് എടുക്കുന്നത് ആ ഒരു അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു, ഡിമാറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ഇടുകയും ഈ സെയിം തിങ് റിപ്പീറ്റ് ചെയ്തു. ട്രേഡ് എടുക്കാനായിട്ട് പാടില്ല, മാർക്കറ്റിനെ വാച്ച് ചെയ്യുക മാത്രം ചെയ്യുക. അങ്ങനെ 7 ഡേ ആണ് ആൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഒരു 5-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും
ആള് പറയുകയാണ്, മാഡം ഞാൻ പ്ലീസ് ഒരു ട്രേഡ് എടുത്തോട്ടെ, അത്രയ്ക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ലോട്ട് ട്രേഡ് എടുത്തോട്ടെ. പക്ഷേ പാടില്ല, അതൊരു റൂളാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സിന്റെ സമയത്ത് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ 7 ദിവസം ആ മാർക്കറ്റിന്റെ മുമ്പിൽ വളരെ കൂളായിട്ട് ഇരിക്കേണ്ടതായിട്ട് വന്നു, അക്കൗണ്ടിൽ ക്യാഷ് ഉൾപ്പെടെ. അതിനുശേഷം നെക്സ്റ്റ് 7 ഡേ ആണ് പ്രാക്ടീസ് കൊടുത്തത്. ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫീഡ്ബാക്ക് എടുത്തപ്പോൾ ആള് പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യത്തെ ദിവസങ്ങളിൽ, ആദ്യ മാർക്കറ്റിനെ വാച്ച് ചെയ്ത സമയങ്ങളിൽ നല്ല സ്ട്രെസ് അനുഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായല്ലോ, അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ ട്രേഡ് കിട്ടുന്ന ഒരു എൻട്രി അവിടെ മിസ്സായി, എനിക്ക് കറക്റ്റ് അവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരുന്നു, ടാർഗറ്റ് കറക്റ്റ് കിട്ടിയേനെ, അതെനിക്ക് മിസ്സായല്ലോ. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയി 7ാമത്തെ ദിവസമൊക്കെ എത്തിയപ്പോഴത്തേക്കും, 6ാമത്തെ ദിവസം എത്തിയപ്പോൾ ആൾക്ക് മനസ്സിലായി ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ്മെന്റ്സ് തീരുന്നില്ല, വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്നൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്ന് കരുതി അവിടെ ഒന്നും തീർന്നു പോകുന്നില്ല. മാർക്കറ്റ് എല്ലാ ദിവസവും ഉണ്ട്, നമുക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഡിസിപ്ലിനിലോട്ട് ആ ഒരു മനസ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അടുത്ത 7 ദിവസത്തേക്ക് കൊടുത്ത പ്രാക്ടീസ് ആയിരുന്നു പേപ്പർ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ക്യാഷ് അക്കൗണ്ടിലുണ്ട്, പക്ഷേ ക്യാഷ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രേഡ് എടുക്കുന്ന എൻട്രി എക്സിറ്റുകൾ എഴുതി വെക്കുക, എത്ര പോയിന്റ് കിട്ടി, ടാർഗറ്റ് നോക്കുക, എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി, ലോസ് വന്നു, ആ ഒരു ലെവലിൽ പേപ്പർ ട്രേഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അടുത്ത 3 ദിവസം ഈ ഒരു പേപ്പർ ട്രേഡ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ദിവസം 6ഉം 7ഉം ട്രേഡുകൾ എടുക്കുന്നതായിട്ട് കണ്ടു. കുറച്ച് പ്രോഫിറ്റ്സ് ഉണ്ട്, ലോസസ് ഉണ്ട്, എന്നാൽ വളരെ നമ്പർ ഓഫ് ട്രേഡ്സ് ഓരോ ദിവസവും 6 ട്രേഡ്, 7 ട്രേഡ്, 10 ട്രേഡ് വരെ എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മെയിനായിട്ട് ഒരു സ്കാൽപ്പിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ സ്ട്രാറ്റജിയുടെ ബേസിലാണ് ട്രേഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രാറ്റജിയിലാണോ ട്രേഡ് എടുക്കുന്നത് ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ മാസ്റ്റർ ആവുക. അതായത് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ബേസിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ ആ സ്ട്രാറ്റജിയുടെ ബേസിൽ മാത്രം 2ഓ 3ഓ റൂൾസ് എഴുതി ഉണ്ടാക്കുക. ആ ഒരു റൂള് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ള അവസ്ഥ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ EMI ബേസിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 50 EMI 200നെ ക്രോസ് ചെയ്യുമ്പോൾ ബൈ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രമേ അവിടെ ബൈ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 50 EMI 200നെ ക്രോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്ന് ട്രേഡ് ഇല്ല, അല്ലെങ്കിൽ ഇന്ന് ക്രോസ് ചെയ്തില്ല, അതുകൊണ്ട് ഇന്ന് വോളിയം ബേസിൽ ട്രേഡ് എടുത്തേക്കാം, അല്ലെങ്കിൽ ഇന്ന് CPR ബേസിൽ ട്രേഡ് എടുത്തേക്കാം. അത് പാടില്ല. ഏതാണോ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി, നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, അതിൽ മാസ്റ്റർ ആവുക. ആ ഒരു സ്ട്രാറ്റജിയിലെ ബേസിൽ ഒരു 3 റൂൾസ് സെറ്റ് ചെയ്ത് ആ റൂൾ വന്നാൽ മാത്രം എൻട്രി എടുക്കുക. ഇതാണ് രണ്ടാമത് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ട്രേഡിങ്ങിൽ വിജയിച്ച വ്യക്തികളെ സംബന്ധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, മെയിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജീസ് കാണാം. ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിലായിരിക്കും അവർ മാസ്റ്റർ ആയിട്ടുണ്ടാവുക. ആ ഒരു സ്ട്രാറ്റജിയിൽ അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ചിലപ്പോൾ ഒരു 3 ട്രേഡ്, അത്രയൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് വരത്തുള്ളൂ. പക്ഷേ അത് നല്ല ബെറ്റർ ട്രേഡ്സ് ആയിരിക്കും. അവിടെ ലോസ് വരാനുള്ള ചാൻസ് ഇല്ല. കാരണം നമ്മൾ കറക്റ്റായിട്ട് മാസ്റ്റർ ആയിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയിൽ ലോസ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 90% അവിടെ നമുക്ക് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പരാജയപ്പെടുന്നവരുടെ പ്രധാനപ്പെട്ട കാരണം അവർ ഒരുപാട് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുകയാണ്. കിട്ടുന്ന സോഴ്സിൽ നിന്നെല്ലാം പഠിക്കുന്നു, അതിനുശേഷം ഇത് എല്ലാം കൂടെ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുന്നു. സെബി തന്നെ വാൺ ചെയ്തിട്ടില്ലേ 90% ആൾക്കാർ പരാജയപ്പെടുന്നു എന്നുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ റീസൺസ്. കറക്റ്റായിട്ടുള്ള ട്രേഡിംഗ് സൈക്കോളജി വർക്ക് ചെയ്യാതിരിക്കുകയും ഒരുപാട് സ്ട്രാറ്റജീസ് ഒരേ സമയം അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഈ 2 റീസൺസ് ആണ് മെയിനായിട്ട് ട്രേഡിങ്ങിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളായിട്ടുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി ബേസിൽ പേപ്പർ ട്രേഡ് ചെയ്ത ആ വ്യക്തിക്ക് ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 ട്രേഡുകൾ, ചില ദിവസങ്ങളിൽ 1 ട്രേഡ്, ചില ദിവസങ്ങളിൽ ട്രേഡ് ഇല്ല, ആ ഒരു ലെവലിലെത്തി. അതിനുശേഷം ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തു. ഒരു ദിവസം ഏറ്റവും മാക്സിമം എടുക്കാൻ പറ്റുന്ന ട്രേഡ് ഒരു 3 ട്രേഡ്, അതിന് മുകളിൽ ട്രേഡ് എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരു നിശ്ചിത പോയിന്റ് എത്തുമ്പോൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് പഠിക്കുക. ഈ 2 കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ ചില ദിവസങ്ങളിൽ ട്രേഡ് ഇല്ല, കാരണം
ആദ്യത്തെ റൂൾ അവിടെ ഉണ്ട്. സ്ട്രാറ്റജിയിൽ ബേസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റൂൾ ബേസിൽ മാത്രം അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉള്ളൂ. അങ്ങനെ എടുത്താൽ തന്നെയും മാർക്കറ്റ് എത്ര തന്നെ മൂവ് ചെയ്തോട്ടെ അതിൽ ഒരു നിശ്ചിത പോയിന്റ് മാത്രമേ ആൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൂ. ആ ഒരു പോയിന്റ് വരുമ്പോൾ എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള റൂൾ ബേസിൽ ഒരു മാസം ട്രേഡ് ചെയ്തപ്പോൾ ആളുടെ ക്യാപിറ്റൽ തന്നെ ഡബിൾ ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതായത് കറക്റ്റായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്ത് വന്നപ്പോൾ കൃത്യമായിട്ട് പുള്ളി മാസ്റ്റർ ചെയ്ത ആ ഒരു സ്ട്രാറ്റജി ബേസിൽ, ചിട്ടപ്പെടുത്തിയ റൂളിൻ്റെ ബേസിൽ നിശ്ചിതമായിട്ടുള്ള പോയിന്റുകൾ ട്രേഡ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ഡബിളായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുകയും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ലോസസിൽ നിർത്താനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മെന്റർഷിപ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങളെ ട്രേഡിംഗ് പഠിപ്പിച്ച ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം. ഏത് രീതിയിലായാലും നിങ്ങളെ മെന്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കരിയറിൽ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ട്രേഡിംഗ് പോലെ വളരെ ഹൈലി ഇമോഷൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിൻ്റെ ഇൻറ്റൻസീവ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള മെൻ്ററിങ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു മൈൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്തിലൂടെ വർക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും നല്ലൊരു മെൻ്ററിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മെൻ്റർഷിപ്പ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരിക. അങ്ങനെ വളരെ കൂളായിട്ട് നമ്മുടെ ജോലി വളരെ എൻജോയ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.